നമ്മുടെ അരികിലേക്ക് പലരും വരുന്നു. നിങ്ങളെന്തിനാണ് മുസ്ലിമായി ജീവിക്കുന്നത്? ഇതൊരു പഴഞ്ചൻ മതമാണല്ലോ, 6-ാം നൂറ്റാണ്ടിലെ മതമാണല്ലോ, നമ്മൾ ആധുനിക നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്, ഈ കാണുന്ന വേഷവിധാനമൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ, ആധുനിക കാലഘട്ടത്തിൽ ആധുനികനായി ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ? ശരി. അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ ഈ മതത്തെ ഒഴിവാക്കി മതത്തിൻ്റെ എല്ലാ ലിമിറ്റുകളെയും പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരുന്നത്, അന്ന് മുതൽ നിങ്ങൾക്ക് വളരെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടെ എല്ലാവിധ സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ മതം, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ നിങ്ങൾ ഒഴിവാക്കണം, ഞങ്ങളെ കൂടെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ക്ഷണിക്കാനും മറ്റു പലതിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യാനും ക്യാമ്പസുകളിൽ ആളുകളുണ്ടാകും. ശരിയാണോ? ശരിയല്ലേ? യെസ്. അങ്ങനെ നമ്മെ മറ്റുള്ളവർ ക്ഷണിക്കുമ്പോൾ, സ്വാഗതം ചെയ്യുമ്പോൾ, നോ, ഞാൻ അതിലേക്കില്ല, ഞാൻ എൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. അത് എങ്ങനെ പറയാൻ കഴിയും? അവരുടെ വിമർശനങ്ങളെ, അവരുടെ പരിഹാസങ്ങളെ, അവരുടെ കളിയാക്കലുകളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയും? എൻ്റെ മതം സത്യമാണ്, എൻ്റെ മതമാണ് എനിക്ക് ഏറ്റവും സുരക്ഷ നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയണം. ആ ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിൽ ഒന്ന്, എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, എന്തുകൊണ്ട് ഞാൻ മുസ്ലിമായി, നിങ്ങൾ ക്ഷണിക്കുന്ന ഇസ്ലാം അല്ലാത്ത മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലേക്കും ഞാൻ വരാൻ തയ്യാറല്ല എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് നമ്മുടെ മതത്തിൻ്റെ ലക്ഷ്യം, ഇസ്ലാം എന്തിനാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിൽ ഒരു 4-5 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതോടുകൂടെ നമ്മുടെ ഈ ക്ലാസ് കഴിയും. ഒന്നാമത്തത്, നമ്മുടെ മതം എന്തിനാണ് നിൽക്കുന്നതെന്നറിയോ? ജീവൻ സംരക്ഷിക്കുക എന്നതാണ് മതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ജീവന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ മതം. ഉദാഹരണം, ആരാധനയുടെയും ജീവൻ്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ, ഏതൊക്കെയാണ്? ആരാധനയുടെയും ജീവൻ്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് ഏതിനാ പ്രാധാന്യം കൊടുത്തത്? ആരാധന നിർവഹിക്കാനല്ല, ജീവൻ നിലനിർത്താനാണ്. ഉദാഹരണം, നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്നു, നമുക്ക് നല്ല വിശപ്പുണ്ട്, എന്ത് ചെയ്യണം? നമസ്കാരം എന്ന് പറയുന്നത് ആരാധനയാണ്, വിശപ്പ് എന്ന് പറയുന്നത് ജീവൻ്റെ പ്രശ്നമാണ്. ഏതാണ് ആദ്യം പരിഹരിക്കേണ്ടത്? ഏതാണ്? പറഞ്ഞോളൂ. വിശപ്പ് പരിഹരിക്കണം, അഥവാ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, എന്നിട്ട് നമസ്കരിക്കണം. നോമ്പ് നോൽക്കണം, നോമ്പ് ആരാധനയാണ്. പക്ഷേ നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ രോഗമുണ്ടായി, എന്തു ചെയ്യണം? നോമ്പ് ഒഴിവാക്കണം, രോഗം മാറാൻ ആവശ്യമായ മരുന്ന് കഴിക്കണം. അപ്പോൾ ഇസ്ലാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ജീവന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ജീവൻ്റെയും ആരാധനയുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ നമ്മുടെ ശരീഅത്ത് പ്രാധാന്യം കൊടുത്തത് ജീവൻ നിലനിർത്താനാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് മുസ്ലിമാകുന്നു? ഞാൻ എൻ്റെ മതം സ്വീകരിക്കുകയാണ് എങ്കിൽ എൻ്റെ ജീവന് ഇത്രയേറെ എൻ്റെ മതത്തിൽ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. ഒന്ന്. രണ്ടാമത്തേത്, ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിഷയം ഒന്നിച്ചു വന്നു. ഏതൊക്കെയാണ്? ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ നമ്മുടെ മതം ഏതിനാ പ്രാധാന്യം കൊടുത്തത്? ആനന്ദത്തിനല്ല, ആരോഗ്യത്തിനാണ്. ഉദാഹരണം പറയൂ. ഇവിടെ നമുക്ക് ഇസ്ലാമിലെ ഹറാമുകൾ മനസ്സിലാക്കാം. പലരും പറയും, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, നാസ്തികന്മാരൊക്കെ പറയും, എന്തു മതം, കുറേ ഹറാമ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇങ്ങനെ കുറേ വിലക്കുകളാണ് നിങ്ങളുടെ മതത്തിലുള്ളത്. മനുഷ്യൻ്റെ എല്ലാ സ്വാതന്ത്ര്യം കെടുത്തുന്നതാണ് നിങ്ങളുടെ മതം. അതുകൊണ്ട് നമുക്ക് മതമൊക്കെ ഒഴിവാക്കാം, ഹറാമുള്ള മതമൊന്നും വേണ്ട എന്നാണ് ഇവർ പറയുക. യഥാർത്ഥത്തിൽ എന്തിനാണ് അള്ളാഹു ഹറാമുകൾ നിശ്ചയിച്ചത്? അതിൻ്റെ ഉത്തരമാണ്, നമ്മുടെ ആരോഗ്യവും ആനന്ദവും ഒന്നിച്ചു വന്നാൽ ആരോഗ്യത്തിന് പ്രാധാന്യം. ഒരു ഹറാമായ ഏതെങ്കിലും ഒരു കാര്യം പറയൂ നിങ്ങൾ. ഹറാമായ, നിഷിദ്ധമായ, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പറയൂ. യെസ്, ഏതാണ്?
മദ്യപാനം പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് പരിശോധിക്കാം. മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ആനന്ദം ഉണ്ടാകുമല്ലോ, ഉണ്ടാവും. പക്ഷെ ആ ആനന്ദം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എന്താണ്? രോഗമാണോ ആരോഗ്യമാണോ? രോഗമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കേടുവരുന്നു. കിഡ്നി കേടുവരുന്നു, ലിവർ കേടുവരുന്നു, ലെൻസ് കേടുവരുന്നു, ഹാർട്ട് കേടുവരുന്നു, എല്ലാം കേടുവരുന്നു. അപ്പം ഇസ്ലാമിൽ ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ മദ്യം കഴിക്കാൻ പാടില്ല, ഹറാമുകൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിലെ ഓരോ ചെറിയ അവയവങ്ങളുടെ ആരോഗ്യത്തിന് പോലും വളരെ പ്രാധാന്യമാണ് കൊടുത്തത്. എന്നാൽ നമ്മൾ ഇസ്ലാം വിട്ട് നാസ്തികതയിലേക്ക് പോയി, ദൈവനിഷേധത്തിലേക്ക് പോയി, ലിബറലിസത്തിലേക്ക് പോയി. അവിടെ മദ്യം കഴിക്കാൻ പാടില്ല എന്ന വിധിയുണ്ടോ? ഇല്ല. അവിടെ ഹറാമുകളില്ല. ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, ഇഷ്ടമുള്ളവർക്ക് ലഹരി ഉപയോഗിക്കാം. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ മനുഷ്യൻ്റെ ഇച്ഛകൾക്ക് മാത്രമാണ്, മനുഷ്യൻ്റെ ചില ആഗ്രഹങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. അവിടെ ആരോഗ്യത്തിന് പ്രാധാന്യമില്ല. അപ്പോൾ നമ്മൾ അള്ളാഹു കൽപ്പിച്ചു മദ്യമോ നിഷിദ്ധമായ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിക്കുമ്പോൾ ആ അള്ളാഹുവിന് ആ കൽപ്പനയിലൂടെ മനുഷ്യരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, മനുഷ്യരുടെ ആരോഗ്യത്തിൽ താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ കൽപ്പിച്ചത്. എന്നാൽ ഈ മതം വിട്ട് യുക്തിവാദത്തിലേക്ക് പോയാൽ അവർക്ക് മദ്യം കഴിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാകും അതൊന്നും വിഷയമല്ല. ശരീരം തകർന്നാൽ, കിഡ്നി അടിച്ചു പോയാൽ, ലിവർ കേടുവന്നാൽ, ക്യാൻസർ പിടിച്ചാൽ അതൊന്നും വിഷയമല്ല. അവർക്ക് മനുഷ്യൻ്റെ ഇച്ഛകൾക്ക് സ്വാതന്ത്ര്യം വേണം, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പറയണം, നിങ്ങളുടെ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിലെ ഒരാൾ വന്ന് നിങ്ങളെ യുക്തിവാദ പ്രസ്ഥാനത്തിൽ ക്ഷണിക്കുമ്പോൾ അയാളുടെ നോ പറയണം, ഞാൻ അതിലേക്ക് വരുന്നില്ല. എന്ത് കാരണം എന്താണ്? ഞാൻ ഇസ്ലാമിൽ നിൽക്കുമ്പോൾ ഒന്ന് എൻ്റെ ജീവൻ സുരക്ഷിതമാണ്, രണ്ടാമത്തത് എൻ്റെ ആരോഗ്യവും സുരക്ഷിതമാണ്. എൻ്റെ ജീവനും ആരോഗ്യവുമൊക്കെ സുരക്ഷിതമായി നിലനിർത്താനാണ് ഈ പറയുന്ന വിധികൾ, നിയമങ്ങൾ എന്നോട് എൻ്റെ നാഥൻ പറഞ്ഞത്. ഇതും ഒഴിവാക്കി നിങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യ സംരക്ഷണവുമില്ല, ജീവനും പ്രത്യേകിച്ചൊരു പരിചരണവുമില്ല. കേവലം ദേഹേച്ഛകൾ, ഇഷ്ടങ്ങൾക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. മൂന്നാമത്തേത്, സ്വാതന്ത്ര്യവും സുരക്ഷയും ഒന്നിച്ചു വന്നു. ഏതൊക്കെയാണ് വന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെയും സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ നമ്മുടെ മതം പ്രാധാന്യം കൊടുത്ത ഏതിനാണ്? സ്വാതന്ത്ര്യത്തിനല്ല, സുരക്ഷക്കാണ്. ഒരു ഉദാഹരണം പറയൂ. സ്വാതന്ത്ര്യത്തിൻ്റെയും സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ സുരക്ഷക്കാണ് പ്രാധാന്യം, സ്വാതന്ത്ര്യത്തിനല്ല ഇസ്ലാമിൽ. ഒരു ഉദാഹരണം പറയൂ. സ്വാതന്ത്ര്യത്തിൻ്റെയും സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് സുരക്ഷക്കാണ്, സ്വാതന്ത്ര്യത്തിനല്ല. ഒരു ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്ന ഡ്രസ് കോഡ്. സാധാരണഗതിയിൽ ക്യാമ്പസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ഈ ക്യാമ്പസിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് നിങ്ങൾ അഴിച്ചു വെക്കുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞാനിത് ധരിച്ചെന്തിനാണെന്നറിയോ? സ്വാതന്ത്ര്യം ഒരു ഭാഗത്തുണ്ട്, സുരക്ഷ ഒരു ഭാഗത്തുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം? വസ്ത്രം ധരിക്കാതെ അല്ലെങ്കിൽ ശരീരം വേണ്ട രൂപത്തിൽ മറക്കാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എനിക്കതിലൂടെ ഉണ്ടാകുന്നത് അക്രമമാണ്, പീഡനമാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളിരിക്കുന്നത് പോലെ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും മറച്ചുകൊണ്ട് ഒരു സ്ത്രീ, മറ്റൊരു സ്ത്രീ അങ്ങനെയൊന്നും മറക്കാതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പുറത്ത് കാണിച്ച ഒരു സ്ത്രീ, ഈ രണ്ട് സ്ത്രീകളും നമ്മുടെ കണ്ണൂർ പട്ടണത്തിലൂടെ നടക്കുന്നു എന്ന് സങ്കല്പിക്കുകയാണ്. രണ്ട് സ്ത്രീകൾ, ഒന്ന് ശരീരം നല്ല രൂപത്തിൽ മറച്ചിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, മറ്റൊന്ന് വേണ്ടത്ര മറക്കാതെ ശരീരം പുറത്ത് കാണിച്ചിറക്കുന്ന സ്ത്രീയുണ്ട്. രണ്ടു കൂട്ടരും കണ്ണൂരിലൂടെ, ടൗണിലൂടെ നടക്കുന്നു. ഇതിൽ ഏത് സ്ത്രീക്കായിരിക്കും പരപുരുഷന്മാരുടെ മോശം കമാൻഡുകൾ കേൾക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? വസ്ത്രം വേണ്ട രൂപത്തിൽ മറക്കാത്ത സ്ത്രീക്ക്. ഏത് സ്ത്രീ ആയിരിക്കും കൂടുതൽ അക്രമത്തിനും പീഡനത്തിനും ഇരയാകാൻ സാധ്യതയുള്ളത്? വസ്ത്രം കൂടുതൽ ധരിക്കാത്ത, ശരീരം പുറത്ത് കാണിച്ച സ്ത്രീക്ക്. അപ്പോൾ വസ്ത്രം ധരിക്കാതെ നടക്കുക എന്നത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം ആരാണോ ഉപയോഗപ്പെടുത്തുന്നത് അതിനുശേഷം അയാൾക്ക് സംഭവിക്കുന്നത് പീഡനമായിരിക്കും, അക്രമമായിരിക്കും.
ഇത് മുൻകൂട്ടി അറിയുന്ന അള്ളാഹു, പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒക്കെ സൈക്കോളജി കൃത്യമായി അറിയുന്ന അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിക്കണം. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനല്ല, സുരക്ഷയെ ഉറപ്പുവരുത്താനാണ്. എന്നാൽ ഈ മതം വിട്ട് നിങ്ങൾ യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദത്തിലേക്കോ നാസ്തിക പ്രസ്ഥാനത്തിലേക്കോ നിങ്ങൾ പോയി സങ്കല്പിക്കുക. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ഒരുപാട് അവസരം ഉണ്ടാവും. ഡ്രസ്സ് ധരിച്ചും ധരിക്കാതെയും ഒക്കെ നടക്കാം, ശരീരം പുറത്ത് കാണിച്ചുമല്ലാതെയും നടക്കാം. പക്ഷെ അതിനു പുറകിൽ ഉണ്ടാകുന്ന പീഡനം, ശാരീരികമായ ഉപദ്രവം, ലൈംഗികമായ പീഡനം, മോശം കമാൻഡുകൾ, ഇതിനൊന്നും അവർക്ക് ഒരു പ്രതിവിധിയും പരിഹാരവും നിർദ്ദേശിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഈ ഡ്രസ്സ് ധരിച്ചത്? അടിപതറിപ്പോകണ്ട. കൃത്യമായി ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും എൻ്റെ സുരക്ഷയുടെയും വിഷയം ഒന്നിച്ചു വരുമ്പോൾ എനിക്ക് സുരക്ഷ ലഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ യുക്തിവാദ ആശയത്തിലേക്ക് കടന്നു വരുന്നില്ല. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾക്കെന്തു പറയാനുണ്ട് എന്ന് നമുക്കവിടെ തിരിച്ചു ചോദിക്കാം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നേതായിരുന്നു? എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാം തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് നമ്മൾ യുക്തിവാദത്തിലേക്ക് പോകുന്നില്ല? ഒന്നാമത്തെ കാരണം, ജീവൻ്റെയും ആരാധനയുടെയും വിഷയമാണെങ്കിൽ പോലും ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഇതിനാണ്, ജീവൻ നിലനിർത്താൻ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിഷയം വരുമ്പോൾ ഇസ്ലാം ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു? ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇസ്ലാം അല്ലാത്ത യുക്തിവാദം ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു? ആനന്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ രോഗികളാകാൻ പാടില്ല എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു. നിങ്ങൾ രോഗികളായാലും കുഴപ്പമില്ല എന്ന് യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ആശയപരമായി പറയുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, സുരക്ഷയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വിഷയം വരുമ്പോൾ ഇസ്ലാം ഏതിന് പ്രാധാന്യം കൊടുത്തു? സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇസ്ലാം അല്ലാത്തത് ഏതിന് പ്രാധാന്യം കൊടുത്തു? സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കൊടുത്തു. ഇനി 4ാമത്തെ പോയിന്റ് പറയാം. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ, ഏതാണ്? വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നം ഒന്നിച്ചു വന്നാൽ നമ്മുടെ മതം അഥവാ അള്ളാഹുവിൻ്റെ മതം പ്രാധാന്യം കൊടുത്തത് സമൂഹത്തിൻ്റെ സുരക്ഷക്കാണ്, വ്യക്തിയുടെ താല്പര്യത്തിനല്ല. ഒരു ഉദാഹരണം പറയൂ. അവിടെ നമുക്ക് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ പറയാം. ഇസ്ലാമിൽ കുറേ ശിക്ഷാ നിയമങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു ശിക്ഷാ നിയമം പറയൂ. ഇസ്ലാമിൽ ഒരു ശിക്ഷാ നിയമം പറയൂ. എന്താണ്? കട്ടവൻ്റെ കൈ മുറിക്കണം. അങ്ങനെ കുറേ നിയമമുണ്ട് അല്ലേ? കളവ് നടത്തിയവൻ്റെ കൈ മുറിക്കുക എന്ന ഇസ്ലാമിലെ ശിക്ഷാ നിയമം കേൾക്കുമ്പോൾ പലരും പരിഹസിക്കും. ഇതെന്തൊരു കാടൻ നിയമം, നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തെ അറിയാതെ പണ്ടത്തെ 6-ാം നൂറ്റാണ്ടിൻ്റെ പഴയ നിയമങ്ങളാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്നതെന്ന് പറയും. നമുക്ക് പരിശോധിക്കാം. കളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം ആരും കാണാതെ അത് വെച്ച സ്ഥലത്ത് നിന്ന് പതുക്കെ എടുത്തു കൊണ്ടുപോകൽ മാത്രമല്ല കളവ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു കള്ളൻ ഉണ്ടെങ്കിൽ ആ നാട്ടിലെ എല്ലാവർക്കും വലിയ പേടിയായിരിക്കും. നിർഭയത്വം നഷ്ടമാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാതെ എല്ലാവരും വലിയ ഭയത്തോടുകൂടെ മാത്രം കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തത്, കളവിനിടയിൽ ഒരുപാട് കൊലപാതകം നടക്കുന്നുണ്ട്. പ്രായം ചെന്ന ദമ്പതിമാർ തലക്കടിയേറ്റു മരിച്ചു എന്ന ഒരു വാർത്ത കേട്ടാൽ നമുക്ക് ഉറപ്പിക്കാം അത് ഏതിനിടയിലായിരിക്കും? കളവ് നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ഒരു കള്ളൻ സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ നിർഭയത്വമാണ് ഇല്ലാതാകുന്നത്. എല്ലാവരും പേടിച്ചരണ്ട് കഴിയുന്നു. എല്ലാവരും പരസ്പരം സംശയത്തിൽ കഴിയേണ്ടി വരും. എന്നാൽ കളവ് നടത്തി പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൈ മുറിച്ച് കളയുമ്പോൾ മറ്റാർക്കെങ്കിലും ഇനി കളവിന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കാണുമ്പോൾ ഞാൻ കളവ് നടത്തിയാലും എൻ്റെ കൈ നഷ്ടപ്പെടും എന്ന ചിന്ത, എന്ന ഭയം അയാളെ കളവിൽ നിന്ന് പിന്തിരിപ്പിക്കും. അങ്ങനെ കളവിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് കള്ളന്മാരില്ലാതെയായിത്തീരും. സമൂഹത്തിൽ നിന്ന് കള്ളന്മാരില്ലാതെയായിത്തീരുമ്പോൾ സമൂഹത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്തിനാണ് കളവ് നടത്തിയവൻ്റെ കൈ മുറിക്കണം എന്ന് പറഞ്ഞത്? അത് കള്ളനോടുള്ള ക്രൂരത കൊണ്ടല്ല, പിന്നെയോ സമൂഹത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ്. കള്ളനോടുള്ള ക്രൂരത കൊണ്ടല്ല, സമൂഹത്തിൻ്റെ നന്മയിലുള്ള, സമൂഹത്തിൻ്റെ സുരക്ഷിതത്തിലുള്ള, സമൂഹം നിർഭയമായി കഴിയണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷാ നിയമങ്ങൾ വെച്ചത്. അപ്പം എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു? അതിൻ്റെ ഒരു ഉത്തരം,
എൻ്റെ മതത്തിൽ സമൂഹത്തിൻ്റെ താല്പര്യവും വ്യക്തിയുടെ താല്പര്യവും ഒന്നിച്ചു വന്നാൽ എൻ്റെ മതം പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിയുടെ താല്പര്യത്തിനല്ല, സമൂഹത്തിൻ്റെ താല്പര്യത്തിനാണ്. എന്നാൽ യുക്തിവാദമാകട്ടെ നിരീശ്വരവാദമാകട്ടെ അതിനകത്ത് സമൂഹത്തിൻ്റെ താല്പര്യത്തിനോ സമൂഹത്തിന് നിർഭയമായ അവസ്ഥക്കോ വലിയ പ്രാധാന്യമൊന്നുമില്ല. വ്യക്തിക്ക് തോന്നുന്നത്, വ്യക്തിയുടെ ഇഷ്ടങ്ങൾ, വ്യക്തിയുടെ ഇച്ഛകൾ, താല്പര്യങ്ങൾ അത് നിറവേറ്റണം. അതിനാരും എതിർപ്പ് പറയരുത്, അതിനാരും മുടക്കം പറയരുത്, അതാരും തടയാൻ പാടില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് ലിമിറ്റ് കൊടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ താല്പര്യത്തെ, സമൂഹത്തിൻ്റെ നിർഭയമായ സാമൂഹിക അന്തരീക്ഷത്തെ ഉറപ്പുവരുത്തുന്നു. നമ്മുടെ നാട്ടിൽ കളവിനിടയിൽ ഒരാളും കൊല ചെയ്യപ്പെടാൻ പാടില്ല, ഒരാളുടെയും സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിർഭയമായ രൂപത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യം വേണമെങ്കിൽ ആ നിർഭയാവസ്ഥയെ ഇല്ലാതാക്കുന്ന ഇതുപോലുള്ള മോഷ്ടാക്കളെ നിലക്ക് നിർത്തണം. അവർക്ക് കൃത്യമായി ശിക്ഷ കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അവരോടുള്ള ക്രൂരതയല്ല, സമൂഹത്തോടുള്ള കാരുണ്യമാണ്. 5ാമത്തെ പോയിന്റ്, അതുകൂടെ പറയുമ്പോൾ ഈ ഭാഗം അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു? 5ാമത്തെ പോയിന്റ്, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ. ആരെ വിഷയമാണ്? യെസ് പറയൂ, ആരെ വിഷയമാണ്? കുട്ടികളുടെയും മുതിർന്നവരുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് ഏതിനാണ് പ്രാധാന്യം കൊടുത്തത്? കുട്ടികളുടെ താല്പര്യത്തിനാണ്, കുട്ടികളുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഉദാഹരണം, അവിടെ നമുക്ക് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന നിക്കാഹും ഇസ്ലാം അനുവദിക്കാത്ത ലിവിങ് ടുഗദറും ചർച്ച ചെയ്യാം. ലിവിങ് ടുഗദർ ഒരു വലിയ സംസ്കാരമായി നമ്മുടെ നാട്ടിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ? നിക്കാഹ് എന്ന് പറഞ്ഞാൽ പരസ്പരം കുടുംബങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പരസ്പര സമ്മതത്തോടുകൂടെ എല്ലാവരുടെയും അറിവോടുകൂടെ നടത്തി കൊടുക്കുന്നതാണ് നിക്കാഹ്. നിക്കാഹിൽ എന്തുണ്ടെന്നറിയോ? നിക്കാഹിൽ ഒരു കരാറുണ്ട്. രണ്ടാമത്തെ ആ കരാർ പ്രഖ്യാപിക്കുന്നുണ്ട്. മൂന്നാമത്തത് ആ കരാർ മറ്റൊരാൾ ഏറ്റെടുക്കുന്നുണ്ട്. നാലാമത്തത് ആ കരാറിന് ഒരു വലിയ സംഘം ആളുകൾ സാക്ഷിയാകുന്നുണ്ട്. എന്താണ് നിക്കാഹിലെ കരാർ? എൻ്റെ മകളെ ഇന്ന മഹർ നിശ്ചയിച്ച് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ, രക്ഷിതാവ് പറയുമ്പോൾ വരൻ അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിലൂടെ ആ വരൻ ഒരു വലിയ കരാറിൽ ഒപ്പിടുകയാണ് ചെയ്യുന്നത്. എന്താ കരാർ അറിയോ? നിങ്ങളുടെ ഈ മകൾ എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ, എൻ്റെ വധുവായി വരുമ്പോൾ അവൾ എൻ്റെ സംരക്ഷണത്തിന് കീഴിൽ എല്ലാ സന്ദർഭത്തിലും, ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും രോഗത്തിലും ഏത് സന്ദർഭത്തിലും അവൾ സുരക്ഷിതയായിരിക്കും. നിങ്ങളുടെ മകളെ ഞാൻ ഇണയായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി എൻ്റെ കൂടെ ജീവിക്കുന്ന കാലം അത്രയും നിങ്ങളുടെ മകളുടെ സുരക്ഷ ഇതാ ഞാൻ ഉറപ്പുവരുത്തിയിരിക്കുന്നു, അവൾ സുരക്ഷിതയാണെന്നാണ്. ഇതാണ് നിക്കാഹ്. ഇതൊരു കരാറാണ്. ഈ കരാർ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്, കരാർ ഏറ്റെടുക്കുന്നുണ്ട്, അതിന് ആളുകൾ സാക്ഷിയാണ്. എന്നാൽ ലിവിങ് ടുഗദറോ? ലിവിങ് ടുഗദറിൽ ഈ പറയുന്ന കരാറില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു കരാർ പ്രഖ്യാപിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊരാൾ ഏറ്റെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന് ഒരു ടീം സാക്ഷികളാകുന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇനി നിക്കാഹിലൂടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും ലിവിങ് ടുഗദറിലൂടെ ജീവിക്കുന്ന ആളുകളും, ഇവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുണ്ടായി സങ്കല്പിക്കുക. ഇതിൽ ഏത് കുഞ്ഞിനായിരിക്കും ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ നല്ല പാരന്റിങ് ലഭിക്കുന്നത്? ഒരു സംശയം വേണ്ട, നിക്കാഹിലൂടെ ജീവിതം നയിക്കുന്ന ഇണകളിലൂടെ ലഭിക്കുന്ന കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ നല്ല പാരന്റിങ് ലഭിക്കുവാനുള്ള അവസരമുള്ളത്. എന്താ കാരണം? നിക്കാഹ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റൂല. അത് ചോദിക്കാനും ചോദ്യം ചെയ്യാനും അന്വേഷിക്കാനും ഒക്കെ ആളുകളുണ്ടാകും. ഒരു കരാറാണ്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും ഒഴിഞ്ഞു പോകാം. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഇനി അതിന് മുൻപോ എപ്പോഴും ഒഴിഞ്ഞു പോകാം. അവിടെ ബാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായി ലിവിങ് ടുഗദറിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ഒരു നല്ല പാരന്റിങ് നഷ്ടമാകുന്നു. പാരന്റിങ് നടത്താൻ ആരൊക്കെ വേണം? മാതാവും വേണം, പിതാവും വേണം. മാതാവും പിതാവും ഒന്നിച്ചുണ്ടെങ്കിലേ ഒരു ഗുഡ് പാരന്റിങ് കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. കുട്ടികളെ എല്ലാ അർത്ഥത്തിലും രക്ഷിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് പാരന്റിങ് എന്ന് പറയുക. പക്ഷേ ലിവിങ് ടുഗദറിൽ കുറച്ചു കാലം കഴിയുമ്പോൾ
അച്ഛനോ അമ്മയോ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ ഇയാൾ അടുത്ത സുഖം തേടി മറ്റൊരു സ്ത്രീയെ തേടിപ്പോകുന്നു. ഈ സ്ത്രീ മറ്റൊരു പുരുഷനെ തേടിപ്പോകുമ്പോൾ ഫലത്തിൽ അനാഥമാകുന്നത് ഇതിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞാണ്. അപ്പോൾ ലിവിങ് ടുഗദർ സംസ്കാരത്തിൽ ഒരു കുഞ്ഞ് അനാഥമാകുവാൻ, കുഞ്ഞിന് സംരക്ഷണം ലഭിക്കാതിരിക്കുവാനുള്ള സാഹചര്യം കൂടുതലാണ്. നിക്കാഹ് സംസ്കാരത്തിൽ ആ സാധ്യത വളരെ കുറവാണ്. നിക്കാഹിലൂടെ കേവലം ഒരു 10% കുട്ടികൾക്കാണ് ഈ സംരക്ഷണം കിട്ടാതിരിക്കുന്നത് എങ്കിൽ, ഗുഡ് പാരന്റിങ് ലഭിക്കാതിരിക്കുന്നത് എങ്കിൽ, ലിവിങ് ടുഗദറിലൂടെ 90% മക്കൾക്കും ഗുഡ് പാരന്റിങ് നഷ്ടമാവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്, എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഇസ്ലാം തിരഞ്ഞെടുത്തു? എൻ്റെ ഇസ്ലാം തിരഞ്ഞെടുക്കാനുള്ള 5ാമത്തെ കാരണം, കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നിച്ചു വരുമ്പോൾ നമ്മുടെ ഇസ്ലാം ഏതിനാണ് പ്രാധാന്യം കൊടുത്തത്? കുട്ടികളുടെ പ്രശ്നത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, മുതിർന്നവരുടെ താല്പര്യത്തിനല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിക്കാഹ് അനുവദിച്ചു, ലിവിങ് ടുഗദർ അത് നിഷിദ്ധമാക്കി. കാരണം ലിവിങ് ടുഗദറിലൂടെ ജനിക്കുന്ന മക്കൾ, അവർക്ക് ചെറുപ്പത്തിൽ ലഭിക്കേണ്ട നല്ല പാരന്റിങ്, ഒരു കുട്ടിക്ക് എത്ര വർഷം വരെ പാരന്റിങ് വേണം? ചുരുങ്ങിയത് 18 വർഷം വേണം. മനുഷ്യൻ്റെ ബുദ്ധി അത് പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ ഏകദേശം 18 വർഷം എടുക്കും. മറ്റു ജീവജാലങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ അവയുടെ ബുദ്ധി പൂർണ്ണ വളർച്ച എത്തിയിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ഒരു ലോങ് ടൈം പാരന്റിങ് അവർക്ക് ആവശ്യമില്ല. ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ മതി മറ്റു ജീവജാലങ്ങൾക്ക്. അപ്പോഴേക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സ്വയം പര്യാപ്തരാകും. സ്വയം ഭക്ഷണം കണ്ടെത്താനും കഴിക്കാനും ഇര പിടിക്കാനും ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും മറ്റു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വയം പര്യാപ്തരാകും. എന്നാൽ മനുഷ്യൻ്റെ കുഞ്ഞ് അവൻ്റെ തലച്ചോറിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ എടുക്കുന്ന സമയം ഒരു 10-18 വർഷമായതുകൊണ്ട് തന്നെ ഈ 10-18 വർഷത്തോളം ഈ മനുഷ്യ കുഞ്ഞിനെ കൃത്യമായി പരിചരിക്കുവാൻ അവൻ്റെ കൂടെ മാതാവും വേണം, പിതാവും വേണം. ഇത് നിക്കാഹിലൂടെയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. നിക്കാഹ് ഒഴിവാക്കി നേരത്തെ പറഞ്ഞ ലിവിങ് ടുഗദർ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒരു ലോങ് ടൈം പാരന്റിങ് ലഭിക്കേണ്ട കുട്ടിക്ക് അത് ലഭിക്കാതെ പോകുന്നു. ഇനി കൃത്യമായ പാരന്റിങ് ലഭിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? കുട്ടികൾ ചെറുപ്പത്തിൽ മദ്യത്തിൻ്റെ ലഹരിയുടെ മാഫിയ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോകും. അതേപോലെ തന്നെ വലിയ ക്രിമിനൽ സംഘങ്ങൾ അവരെ വലവീശും. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കൾ വളരെ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ മനോഭാവമുള്ള കുട്ടികളായി മാറും. എന്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ? ഈ പറഞ്ഞ നല്ല പാരന്റിങ് ലഭിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ മക്കൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള മക്കളായി മാറാതെ, അങ്ങനെ സമൂഹത്തിന് ഭീഷണിയായി തീരാതിരിക്കാൻ ഇസ്ലാം എന്ത് നിരോധിച്ചു? ലിവിങ് ടുഗദർ നിരോധിച്ചു. എന്തിനെ അനുവദിച്ചു? നിക്കാഹിനെ അനുവദിച്ചു. എന്നാൽ നിങ്ങൾ മതം വിട്ട് യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദത്തിലേക്കോ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ലിവിങ് ടുഗദർ ആകാം, ആർക്കും ആരെ കൂടെയും പോകാം. 1 മാസമോ 2 മാസമോ 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേർപിരിയാം. പക്ഷെ അതിനുശേഷമുള്ള പ്രശ്നം അത് ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ 1-2 വർഷം മറ്റൊരാളുടെ കൂടെ ജീവിച്ച് അതിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ട പാരന്റിങ്, അതിനെ സംബന്ധിച്ച് യുക്തിവാദത്തിലോ നിരീശ്വരവാദത്തിലോ ലിബറലിസത്തിലോ ഫെമിനിസത്തിലോ യാതൊരുവിധ ചർച്ചയുമില്ല. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ മാത്രമല്ല, ഭാവിയിൽ വളരാനുള്ള സമൂഹത്തിൻ്റെ കൂടെ സുരക്ഷയെ ഉറപ്പുവരുത്തുന്ന ഒരു മതമായതുകൊണ്ട് ഇസ്ലാമിൽ ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളും നിബന്ധനകളും ലിമിറ്റുകളും ഉണ്ടായി. ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന നിയമങ്ങളും നിബന്ധനകളും ലിമിറ്റുകളും അതൊരിക്കലും തന്നെ മനുഷ്യനെ വ്യക്തിതലത്തിലോ സമൂഹതലത്തിലോ പ്രയാസപ്പെടുത്താനുള്ളതല്ല. നേരെ മറിച്ച് അവൻ്റെ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതാക്കാനും സുരക്ഷിതമാക്കാനുമാണ്. ഓക്കെ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പറയൂ, ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ, നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ കോളേജ് ക്യാമ്പസിൽ വന്ന് നിങ്ങൾ ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, മതം ഒഴിവാക്കൂ, നിങ്ങൾ പോകൂല്ലേ? എല്ലാവരും പറ. എന്തുകൊണ്ട് പോകൂല? എൻ്റെ ഉമ്മയും ബാപ്പയും മുസ്ലിമാണ്, അതുകൊണ്ട് ഞാൻ വരൂല എന്നാണ് ഉത്തരം? ഞാൻ പോകുന്നത് മുസ്ലിം പള്ളിയിലാണ്, ഞാൻ പഠിച്ച മുസ്ലിം മദ്രസയിലാണ്, അതുകൊണ്ട് വരൂലാണോ? ഞാൻ എങ്ങാനും ഇസ്ലാം വിട്ടു വന്നാൽ എൻ്റെ ഉമ്മയും ബാപ്പയും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നാണോ? അല്ല. എന്നാൽ എന്താണ് ഉത്തരം? നിങ്ങൾക്ക് അവിടെ പറയാനുള്ള ഉത്തരം എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി? എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ ചൂസ് ചെയ്തു? പറഞ്ഞോളൂ. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന്, ഇസ്ലാം ജീവന്റെയും ആരാധനയും വിഷയം ഒന്നിച്ചു വരികയാണെങ്കിൽ പോലും ഏതിനാ പ്രാധാന്യം കൊടുക്കുന്നത്? പറയൂ. ജീവന് പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമത്തേത്, ആരാധനയുടെയും ആനന്ദത്തിൻ്റെയും വിഷയം ഒന്നിച്ചു വന്നാൽ എൻ്റെ മതം ഏതിനാ പ്രാധാന്യം കൊടുത്തത്?
ഇസ്ലാം ഏതിന് പ്രാധാന്യം കൊടുക്കുന്നത്? ആരോഗ്യത്തിനാണ്, ആനന്ദത്തിനല്ല. മൂന്നാമത്തേത്, സുരക്ഷയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം ഒന്നിച്ചു വന്നാൽ ഏതിന് പ്രാധാന്യം? സുരക്ഷക്കാണ് പ്രാധാന്യം. നാലാമത്തേത്, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നം ഒന്നിച്ചു വന്നാൽ ഏതിന് പ്രാധാന്യം? ഇസ്ലാമിൽ സമൂഹത്തിൻ്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം. അഞ്ചാമത്തേത്, കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രശ്നം ഒന്നിച്ചു വന്നാൽ ഏതിന് പ്രാധാന്യം? കുട്ടികളുടെ പ്രശ്നത്തിന്. അപ്പോൾ നമുക്ക് അവസാനത്തെ ആദ്യത്തിലേക്ക് പറയാം. കുട്ടികളുടെ പാരന്റിങ് ഉറപ്പുവരുത്തി, പിന്നെ സമൂഹത്തിൻ്റെ നിർഭയമായ സാഹചര്യം ഉറപ്പുവരുത്തി, പിന്നീട് സ്ത്രീകൾക്ക് സുരക്ഷ നൽകി, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് ജീവന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എൻ്റെ മതം എന്നുള്ളത് കൊണ്ട് ഞാൻ ഏതിനെ തിരഞ്ഞെടുത്തു? ഞാൻ ഏതിനെ ചൂസ് ചെയ്തു? ഇസ്ലാമിനെ ചൂസ് ചെയ്തു. എന്നാൽ ഈ ഇസ്ലാം വിട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്ന യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദത്തിലേക്കോ ആണ് വരുന്നത് എങ്കിൽ അവിടെ എൻ്റെ ജീവന് വലിയ പ്രാധാന്യമില്ല, എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾക്കോ അതിൻ്റെ ആരോഗ്യത്തിനോ വലിയ പ്രാധാന്യമില്ല, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എൻ്റെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമില്ല, ഒരു സമൂഹം എന്ന നിലയ്ക്ക് സമൂഹത്തിന് നിർഭയമായ സാഹചര്യത്തിന് വലിയ പ്രാധാന്യമില്ല, ചെറിയ കുട്ടികൾ എന്ന നിലയ്ക്ക് അവർക്ക് ലഭിക്കേണ്ട ഗുഡ് പാരന്റിങ്ങിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമില്ല. സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്ന യുക്തിവാദത്തിലേക്ക് നിരീശ്വരവാദത്തിലേക്ക് ഞാൻ ഇല്ല. ക്ലിയർ? ക്ലിയർ? ഇരിക്കൂ. ഇങ്ങനെ നമ്മൾ നാളെ മുതൽ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലുന്നത് ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം തെരഞ്ഞെടുത്തു എന്ന ഒരു തിരിച്ചറിവോടുകൂടെയും ആ ഇസ്ലാം തെരഞ്ഞെടുത്തതിലുള്ള അഭിമാനത്തോടുകൂടെയും ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളും ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ള ആളുകളായിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. കഴിയോ? ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു അവസാനത്തെ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. പെട്ടെന്ന് പറയാം. ഇവർ സാധാരണ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ, ഓ നിങ്ങളെ മതം എന്തൊരു അറുപഴഞ്ചൻ മതല്ലേ, നമ്മുടെ മതത്തിന് പഴക്കത്തിലുണ്ടെന്ന് ഇവർ പറയാറുള്ളത്. 6-ാം നൂറ്റാണ്ട് അല്ലേ, 1400 കൊല്ലം മുമ്പുള്ള മതമല്ലേ, നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറ്റുമോ? ലോകത്തെല്ലാം പുതുമയുള്ളതായി, പക്ഷെ നിങ്ങളെ മതത്തിന് മാത്രം എന്തില്ല, ഒരു പുതുമയില്ല. നിങ്ങൾക്ക് പുതുമയോടെ ജീവിക്കണോ? ഞങ്ങളെ ആശയത്തിലേക്ക് വരൂ. ഏതാ ഞങ്ങളെ ആശയം? ഞങ്ങൾ ആശയം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ നിരീശ്വരവാദമല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് പരിശോധിക്കാം, നിരീശ്വരവാദം പുതുമയുള്ളതാണോ അതല്ല പഴയതാണോ? അതുകൂടെ നമുക്ക് പരിശോധിച്ച് അവസാനിപ്പിക്കാം. അതിനു മുൻപ് ഇവർ പറയുന്ന ഇസ്ലാമിൻ്റെ പഴക്കം 6-ാം നൂറ്റാണ്ട് മുതലല്ല കേട്ടോ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ നിലനിൽക്കുന്നതാണ് ഇത് ഇസ്ലാം. അത് ഇവർക്ക് തെറ്റിപ്പോയതാ. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി കണ്ടുപിടിച്ചൊരു മതമൊന്നുമല്ല ഇസ്ലാം. ആരാ ഇസ്ലാമിൻ്റെ സ്ഥാപകൻ? ആരാണ്? ഇസ്ലാം മതം ഉണ്ടാക്കിയത് ആരാ? മുഹമ്മദ് നബിയാണോ? അല്ല, പിന്നെ ആരാ? അള്ളയാണ്. അള്ള മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആദം നബിയും ഹവ്വാ ബിയും സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അവരോട് അള്ള പറയാണ്, നിങ്ങൾ ഭൂമിയിലേക്ക് പോകണം. ഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ ഗൈഡ് ലൈൻ കിട്ടും, നിർദ്ദേശം കിട്ടും. അതുപോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താക്കേണ്ടതില്ല, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. അപ്പോൾ ഇസ്ലാമിൻ്റെ പഴക്കം എന്ന് മുതലുള്ളതാണ്? പറഞ്ഞോളൂ. എന്ന് മുതൽ ഇസ്ലാം? കേവലം 1400 കൊല്ലം മുമ്പുള്ളതാണോ? 6-ാം നൂറ്റാണ്ടിലുള്ളതാണോ? അല്ല, അതിനേക്കാൾ മുൻപ് മനുഷ്യൻ്റെ തുടക്കം മുതലേ ഉണ്ട്. അതിരിക്കട്ടെ. പിന്നെ മുഹമ്മദ് നബി എന്താ ചെയ്ത്? 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി എന്താ ചെയ്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മതത്തെ പൂർത്തീകരിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബിയിലൂടെ, ഇബ്രാഹിം നബിയിലൂടെ, ഇസ്മായിൽ നബിയിലൂടെ, ഇസ്ഹാഖ് നബിയിലൂടെ, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരിലൂടെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ വന്നിരിക്കുന്ന അനേകം പ്രവാചകന്മാർ കൊണ്ടുവന്നിരിക്കുന്ന മതത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് കംപ്ലീറ്റ് ചെയ്തു, പൂർത്തീകരിച്ചു. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല, നേരെ മറിച്ച് ഒരു മതത്തിൻ്റെ സമ്പൂർത്തീകരണം ഉണ്ടാക്കിയിരിക്കുന്ന, അതിൻ്റെ പൂർത്തീകരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉണ്ടായി. ശരി, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിലേക്ക് പോകാം. ഇവർ പറഞ്ഞു നമ്മളെ മതം പഴഞ്ചനാണെന്ന്, അല്ലേ, അറുപഴഞ്ചൻ, 6-ാം നൂറ്റാണ്ടിലെ മതം. എന്നാൽ നമുക്കിനി യുക്തിവാദത്തിൻ്റെ ആശയങ്ങൾക്ക് എത്ര പഴക്കുണ്ട് നോക്കാം. യുക്തിവാദത്തിൻ്റെ ഒരു ആശയം പറയൂ. എന്താ യുക്തിവാദത്തിൻ്റെ ആശയം? നിരീശ്വരവാദികളുടെ ആശയം ദൈവം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? നിരീശ്വരവാദികൾ പറയുന്നത് ദൈവം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഇല്ല. നമ്മൾ ദൈവം ഉണ്ട് എന്ന ആശയം പറയുമ്പോൾ അവർ ദൈവം ഇല്ല എന്ന ആശയം പറയുന്നു. ചോദിക്കട്ടെ, ഈ ദൈവം ഇല്ല എന്ന ആശയത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട്?
മനുഷ്യൻ ആധുനികനായി ജീവിക്കണമെങ്കിൽ ആധുനിക ആശയങ്ങൾ വേണമെന്നല്ലേ പറയുന്നത്. എന്നാൽ ദൈവം ഇല്ല എന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന ഈ ആശയം അത് ആധുനികമാണോ അല്ലെങ്കിൽ ആദിമമാണോ? ഇന്നത്തെ യുക്തിവാദികളെ പല പ്രഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ദൈവം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ നേർക്കുനേരെ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് ഇന്നത്തെ യുക്തിവാദികൾ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ആര് പറഞ്ഞത്? പണ്ട് മൂസാ നബീൻ്റെ കാലം എന്ന് പറഞ്ഞാൽ AD കഴിഞ്ഞ് BC കേട്ടോ, 6-ാം നൂറ്റാണ്ടിൻ്റെയും അപ്പുറമാണ്. ആ കാലഘട്ടത്തെ ആളുകൾ പറഞ്ഞു, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ, മൂസേ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കൂല, ദൈവത്തെ അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാത്ത കാലത്തോളം ഞങ്ങൾ വിശ്വസിക്കൂല. ഇതാരവാദമാണ്? BCയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സയൻസും ആവിർഭവിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിലെ ആളുകൾ കൊണ്ടു നടന്ന അതേ ആശയം തന്നെയാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുക്തിവാദികൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മതം വിടൂ, ഞങ്ങളടുത്ത് പുതിയ ആശയമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ കയ്യിലും എന്തില്ല? ഒരു പുതിയ ആശയവും ഇല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ കഴിയണം. കാരണം ദൈവം ഇല്ല എന്ന് പറയുന്ന ആശയം അത് പുതിയ ആശയമല്ല, വളരെ പഴക്കം ചെന്ന ആശയമാണ്. ആ ആശയത്തിലേക്കാണ് ഇവർ വിളിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ആശയം എന്താണ്? മതവിശ്വാസികൾ പറയുന്നു പരലോകമുണ്ട് എന്ന്. പരലോകമുണ്ട് എന്ന് നമ്മുടെ ആശയമാണ് അല്ലേ, ഐഡിയോളജിയാണ്. എന്നാൽ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എന്ത് പറയുന്നു? ഇന്നത്തെ നിരീശ്വരവാദികൾ എന്ത് പറയുന്നു? പരലോകം ഉണ്ട് എന്നോ ഇല്ലാന്നോ? ഇല്ല, മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു. ഈ പറയുന്ന ആശയത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? ഈ കാലഘട്ടത്തിലെ യുക്തിവാദികൾ കണ്ടുപിടിച്ചതാണോ? അല്ല, 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയമാണ് നമ്മുടെ ആശയമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ അവർ കൊണ്ടു നടക്കുന്ന ആശയത്തിനും അതേ പഴഞ്ചൻ കാലഘട്ടത്തിൻ്റെ പിന്തുണയാണ് ഉള്ളത് എന്ന് പറയാൻ കഴിയണം. നോക്കൂ, ഈ ലോകത്തെ ജീവിതത്തെ സംബന്ധിച്ച് യുക്തിവാദ കാഴ്ചപ്പാട് എന്താണ്? ഇന്നത്തെ യുക്തിവാദ കാഴ്ചപ്പാട്, ഇൻഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബൂസിൻ. നമ്മൾ ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു എന്നല്ലാതെ പുനർജീവിതം നമുക്ക് ഇല്ല എന്നാണ് അന്നത്തെ യുക്തിവാദികൾ പറഞ്ഞത്, ഇന്നത്തെ യുക്തിവാദികൾ പറയുന്നത്. ഇത് ഖുർആനിലായത്താണ്. ഖുർആൻ 1400 കൊല്ലം മുമ്പല്ലേ ഇത് പറഞ്ഞത്. അപ്പോൾ 1400 കൊല്ലം മുൻപേ ഈ ആശയമുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടല്ലേ പറയേണ്ടി വരുന്നത്. ശരി, അപ്പോൾ പരലോകമില്ല എന്ന യുക്തിവാദിയുടെ ആശയം ഇന്ന് ഏതെങ്കിലും ഒരു സയൻസിൽ ലാബിൽ പോയി കണ്ടുപിടിച്ച് ശാസ്ത്രീയമായി തെളിയിച്ച് പറയുന്നല്ല, ഇവർ പണ്ടും ആരോപിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്. അപ്പോൾ ഇസ്ലാമാണ് 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയം എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ നമുക്കവിടെ ചോദിക്കാണ്ട്, അല്ല നിങ്ങളെ കയ്യിലുള്ള ആശയത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ട് ഒന്ന് പറഞ്ഞാട്ടെ. എന്നിട്ട് ഒന്ന് ദൈവവിശ്വാസം പറയുക, രണ്ടാമത്തത് പരലോകത്തെ പറ്റി പറയുക. ഇന്നത്തെ യുക്തിവാദികൾ ചോദിക്കുന്നില്ലേ, നമ്മൾ മരിച്ചു മണ്ണായി എല്ലായി ദ്രവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ പുനർജീവിപ്പിക്കുമോ? നമുക്കൊരു പുനർജീവിതം ഉണ്ടോ? ഇത് ഇന്നത്തെ യുക്തിവാദികൾ യുക്തി ഉപയോഗിച്ച് വല്ലാതെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചോന്നല്ല, പണ്ടുമുള്ള ആളുകൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു പഴഞ്ചൻ ആശയമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലും മറ്റു പല സൂറത്തിലും കാണാൻ കഴിയും. വയഖൂലുൽ ഇൻസാൻ അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. മനുഷ്യൻ ചോദിക്കുകയാണ്, നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിക്കുമോ? ഇത് ആര് ചോദിച്ചതാണ്? പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാർ. അതിന് ഖുർആൻ അന്ന് പറഞ്ഞിരിക്കുന്ന വളരെ യുക്തിഭദ്രമായ മറുപടി ഉണ്ട്. ആ മറുപടി ഇന്നും വളരെ ആപ്റ്റാണ്. എന്താ മറുപടി എന്നറിയാം? അവല യദ്കുറുൽ ഇൻസാൻ അന്നാ ഖലഖ്നാഹു മിൻ ഖബ്ലു വലം യകു ഷൈഅ. അല്ല, മനുഷ്യൻ ആലോചിച്ചിട്ടില്ലേ, അവർ ഒന്നുമല്ലാത്ത സന്ദർഭത്തിൽ അവരെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതേ രൂപത്തിൽ അവനെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയില്ലേ? അപ്പം ആ ആൻസർ അന്ന് വളരെ യുക്തിഭദ്രമാണ്, ഇന്നും യുക്തിഭദ്രമാണ്. എന്താണ് ആൻസർ? നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്നതാണ് ചോദ്യം. അതിന് ഖുർആൻ പറഞ്ഞ മറുപടി എന്താണ്? അല്ല, മരിച്ചതിന് ശേഷം നിൽക്കട്ടെ, നിങ്ങൾ എങ്ങനെ ജനിച്ചത്? ഒന്നുമല്ലാത്ത സന്ദർഭത്തിൽ നമുക്കിപ്പോൾ 20 വയസ്സുണ്ടെങ്കിൽ 22 വയസ്സുണ്ടെങ്കിൽ 22 വർഷത്തിന് മുൻപ് നമ്മൾ എവിടെയായിരുന്നു? പറയാം, നമുക്ക് വേണമെങ്കിൽ ഉമ്മാൻ്റെ വയറ്റിലാണെന്ന് പറയാം. എന്നാൽ ഉമ്മാൻ്റെ വയറ്റിലാകുന്നതിന് മുൻപ് എവിടെയാണ്? പറയാൻ കഴിയില്ല, ആർക്കും നിർവചിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നുമല്ലാത്ത തീർത്തും ശൂന്യമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാം നൽകിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു രക്ഷിതാവിന് നമ്മൾ മരിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമാണുള്ളത്? അപ്പോൾ ഖുർആൻ ഇതിന് അന്ന് പറഞ്ഞിരിക്കുന്ന യുക്തി ഇന്നും പ്രസക്തമാണ്, ഇന്നും അതെന്താണ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ സൂചിപ്പിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയം എന്ന് പറഞ്ഞ് മതത്തെ വിമർശിക്കുമ്പോൾ
അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ പറയുന്ന ദൈവം ഇല്ല എന്ന് പറയുന്ന ആശയത്തിൻ്റെ പഴക്കം എത്രയുണ്ട്? നിങ്ങൾ പറയുന്ന പരലോകമില്ല എന്ന് പറയുന്ന ആശയത്തിൻ്റെ പഴക്കം എത്രയുണ്ട്? മൂന്നാമത്തേത് ഇവർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നത്. ഇന്നത്തെ യുക്തിവാദികൾ എന്താ നബിയെ പറ്റി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസിക വിഭ്രാന്തി ബാധിച്ച ആളാണ്, അല്ലേ? ഇങ്ങനത്തെ കുറേ ആരോപണങ്ങളിൽ പറയുന്നത്. ഈ ആരോപണം അന്നത്തെ മനുഷ്യന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇന്നക്കല മജ്നൂൻ, മുഹമ്മദ് നീ ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ചിരിക്കുന്ന മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ഈ നമ്മൾ 6-ാം നൂറ്റാണ്ടിൻ്റെ പഴഞ്ചൻ ആശയം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഇവർ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇതേ 6-ാം നൂറ്റാണ്ടിലോ അതിന് മുൻപ് ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രവാചകന് ബുദ്ധിഭ്രംശം സംഭവിച്ചിരിക്കുന്ന, മാനസിക വിഭ്രാന്തി ബാധിച്ച, മനോനില തെറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ആരോപണം പണ്ടത്തെ ആളുകൾ പറഞ്ഞത് ഇന്നത്തെ യുക്തിവാദികൾ ആവർത്തിക്കുന്നു എന്ന് മാത്രം. നാലാമത്തേത്, അപ്പോൾ നമ്മൾ ദൈവവിശ്വാസം പറഞ്ഞു, പരലോകം പറഞ്ഞു, മുഹമ്മദ് നബിയെ പറ്റിയുള്ള ഇവരുടെ ചിന്ത പറഞ്ഞു. നാലാമത്തേത് ഖുർആനെ സംബന്ധിച്ചുള്ള ഇവരുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ യുക്തിവാദികൾ പറയുന്നത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് കോപ്പി അടിച്ചതാണ്, അത് കെട്ടിച്ചമച്ചതാണ്, കെട്ടുകഥയാണ്, ഉമ്മാമക്കഥയാണ് എന്നൊക്കെ പറയുന്നത്. ഇതേ ആരോപണം ആരും പറഞ്ഞിട്ടുണ്ട്? 6-ാം നൂറ്റാണ്ടിലെ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അം യഖൂലൂന ഇഫ്തറ, അവർ പറയുന്നു ഇത് ഖുർആൻ കെട്ടിച്ചമച്ചതാണ്, കെട്ടുകഥയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഖുർആനെ സംബന്ധിച്ച് ഇന്നത്തെ യുക്തിവാദികൾ ഉന്നയിക്കുന്ന ആരോപണം ഇവർ കുറേ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചോന്നല്ല. പണ്ടത്തെ ആളുകൾ ഖുർആനെതിരെ കൃത്യമായിട്ട് ഉത്തരം പറയാനില്ലാതെ വന്നപ്പോൾ, ഖുർആനിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ഖുർആനെതിരെ ഉന്നയിച്ചിരിക്കുന്ന അതേ ആരോപണത്തെ ഇവരും ഇന്നെന്താണ് കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം. ഇനി 5-ാമത്തെ കാര്യം പറയാം. 5-ാമത്തെ എന്താ അറിയോ? ഇവർ പറയും ഞങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ആധുനികമായി ചിന്തിക്കുകയാണ്, അതുകൊണ്ട് ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമല്ല ലൈംഗിക ബന്ധം, ആണായിട്ടും പെണ്ണായിട്ടും അങ്ങനെ ഒരു ഫ്രീ സെക്സ്, സ്വതന്ത്ര രതി, അത് ആധുനിക കാലഘട്ടത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി മനുഷ്യൻ നേടിയതാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇതെപ്പോൾ ഉണ്ടായതാണ്? ഇവർ നമ്മൾ ക്ഷണിക്കുന്ന ഈ സ്വതന്ത്ര രതിയിലേക്ക്, ഫ്രീ സെക്സിലേക്ക്, അല്ലെങ്കിൽ സ്വവർഗ വിവാഹത്തിലേക്കൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ പണ്ടുള്ള ആളുകൾ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ലൂത്ത് നബീനെ കേട്ടില്ലേ നിങ്ങൾ? ലൂത്ത് നബി ആരെ കാലഘട്ടത്തിലുള്ള പ്രവാചകനാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുള്ള. ഇബ്രാഹിം നബിയുടെ കാലവും നമ്മുടെ കാലവും തമ്മിൽ നോക്കുമ്പോൾ ഒരു 5000 വർഷത്തിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. 5000 വർഷം. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുൻപ്, 1400 അല്ല കേട്ടോ, 6-ാം നൂറ്റാണ്ടും അല്ല, 5000 വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു ദുഷിച്ചു നാറിയ സംസ്കാരം, അതായിരുന്നു ഈ പറയുന്ന സ്വവർഗരതി അല്ലെങ്കിൽ സ്വതന്ത്ര രതി എന്നൊക്കെ പറയുന്നത്. അതിലേക്കാണ് ഈ പറയുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ക്ഷണിക്കുന്നത്. അപ്പം നമുക്ക് ചോദിക്കാം, നിങ്ങൾ മതത്തെ 6-ാം നൂറ്റാണ്ടിൻ്റെ പഴഞ്ചൻ ആശയമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആശയത്തിന് എത്ര നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് എന്ന് തിരിച്ച് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ക്ലിയർ? ലാസ്റ്റ് 1 പോയിന്റ്, ഇവർ പറയും ഇങ്ങനെയൊക്കെ ഡ്രസ്സ് മൂടിക്കെട്ടി നടക്കുന്നത് അത് പഴഞ്ചൻ ആശയമാണ്. ഞങ്ങളിലേക്ക് വരൂ, ഡ്രസ്സ് നിങ്ങൾ ഇഷ്ടം പോലെ ധരിക്കാം, ശരീരം പ്രദർശിപ്പിക്കാം. ശരി, ഈ ശരീര പ്രദർശനം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീര പ്രദർശനം, അത് ഏത് കാലം മുതലുള്ളതാ? ഈ 21-ാം നൂറ്റാണ്ടിൽ ഇവർ കണ്ടുപിടിച്ചതാണോ? അല്ല, ഇവർ കളിയാക്കുന്ന 6-ാം നൂറ്റാണ്ടിലുള്ളൊരു വിഷയമാണത്. വലാ തബറജന തബറജുൽ ജാഹിലിയത്തുൽ ഊല, സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്താണത്. ഡാർക്ക് ഏജ്, വിവരമില്ലാത്ത അജ്ഞാത കാലഘട്ടത്തിലെ ഈ ആളുകൾ ശരീര പ്രദർശനം നടത്തിയതുപോലെ നിങ്ങൾ ശരീര പ്രദർശനം നടത്താൻ പാടില്ല, സൗന്ദര്യ പ്രദർശനം നടത്തിയതുപോലെ നിങ്ങൾ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അക്കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ വസ്ത്രം നല്ല രൂപത്തിൽ ധരിക്കാതെ മോശമായ രൂപത്തിൽ ധരിച്ച് ശരീരത്തിന് സൗന്ദര്യ പ്രദർശനം നടത്തിയ സംസ്കാരം അന്നേ ഉണ്ടായിരുന്നു. കഅബാലയുണ്ടല്ലോ, വിശുദ്ധ കഅബാലയം. കഅബാലയത്തിന് ചിലപ്പോൾ ത്വവാഫ് ചെയ്യുന്നത് പോലും, പ്രദക്ഷിണം ചെയ്യുന്നത് പോലും ശരീരം വേണ്ട രൂപത്തിൽ മറക്കാതെ ആയിരുന്നു. അപ്പോൾ ശരീരം മറക്കാതെ പുറത്തിറങ്ങുന്നത് ആധുനിക സമൂഹം നേടിയിരിക്കുന്ന ഒരു വലിയ നേട്ടമൊന്നുമല്ല. ഇത് ഇവർ കളിയാക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന 6-ാം നൂറ്റാണ്ടിലോ അതുക്കും മുമ്പോ ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഒന്നുകൂടെ എഴുന്നേറ്റ് പ്ലീസ്.
അപ്പം നമ്മൾ മതത്തിൽ നിൽക്കാനുള്ള 5 കാര്യങ്ങൾ പഠിച്ചു. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ ചൂസ് ചെയ്തെന്നുള്ളതിന് ഉത്തരം നമ്മൾ പഠിച്ചു അല്ലേ? ജീവനും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പിന്നെ സമൂഹത്തിനും കുട്ടികൾക്കുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ മതത്തിൽ. പിന്നെ നമ്മൾ പറഞ്ഞെന്തറിയോ, അത് നമ്മൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ വരുന്ന യുക്തിവാദ ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ നമുക്ക് തിരിച്ച് ചില ചോദ്യം ചോദിക്കാണ്ട്. നമ്മുടെ മതത്തെ അവർ പരിഹസിക്കുന്നത് നമ്മൾ 6-ാം നൂറ്റാണ്ടിൻ്റെ പഴഞ്ചൻ ആൾക്കാരെന്നല്ലേ. അപ്പം അവരോട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? 1, അവർ പഠിപ്പിക്കുന്ന ദൈവമില്ല എന്ന് പറയുന്ന ആശയത്തിൻ്റെ പഴക്കം എത്രയാണ്? 2, പരലോകമില്ല, മനുഷ്യർക്ക് ജീവന് ശേഷം ഈ മരണത്തിന് ശേഷം വേറെ ജീവിതമില്ല എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഐഡിയോളജിയുടെ പഴക്കം എത്രയാണ്? 3, മുഹമ്മദ് നബി മാനസിക നില തെറ്റിയിരിക്കുന്ന ഒരു മനോനില തെറ്റിയ മാനസിക വിഭ്രാന്തി ബാധിച്ച ആളാണ് എന്ന് നിങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, ആ പ്രചരണത്തിൻ്റെ പഴക്കം എത്രയാണ്? 4, ഖുർആൻ കെട്ടിച്ചമച്ചതാണ്, കോപ്പിയടിച്ചതാണ്, കള്ളക്കഥയാണ്, കെട്ടുകഥയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ആരോപണത്തിൻ്റെ പഴക്കം എത്രയാണ്? 5, ഫ്രീ സെക്സും അതേപോലെ തന്നെ സ്വവർഗരതിയുമൊക്കെ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ, എങ്കിൽ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്രീ സെക്സ്, സ്വതന്ത്ര രതി, സ്വവർഗ ലൈംഗികത, ഇത് ഏത് കാലഘട്ടം മുതൽ ഉണ്ടായതാണ്? ലാസ്റ്റ് 1, 6-ാമത്തേത്, ഞങ്ങളെ ഈ ഡ്രസ്സ് അഴിപ്പിച്ച് ശരീര സൗന്ദര്യ പ്രദർശനമാണ് ആധുനികതയുടെ അടയാളമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എങ്കിൽ ഈ ശരീര സൗന്ദര്യ പ്രദർശനത്തിൻ്റെ പഴക്കം എന്നു മുതലുള്ളതാണ്? ഇങ്ങനെ അവരോട് ചോദിച്ച് അവർ നിങ്ങളെ ക്ഷണിക്കുന്ന തെറ്റായ എല്ലാ ആശയങ്ങളും ഈ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലും അതിൻ്റെയും മുൻപ് ലോകത്തുള്ളതാണ് എന്നവരെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൻ്റെ പഴഞ്ചൻ ആശയമാണ് എന്ന് അവർക്ക് പറയാൻ കഴിയുമോ? ക്ലിയർ ഇരിക്കും. നാളെ മുതൽ നമ്മൾ ക്യാമ്പസിലേക്ക് പോകേണ്ടത് എങ്ങനെ പോകണം? അയ്യോ, ഞാനൊരു മുസ്ലിമായി, അതുകൊണ്ട് ഒരു നാണം, ആരും മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളാകെ കുഴഞ്ഞു പോകുന്നു. അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങൾ ക്യാമ്പസിൽ നിങ്ങൾ മാത്രമാണ് ഒരു മുസ്ലിം എങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റിലും 100,000 ആളുകൾ യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആണെങ്കിൽ പോലും അവർക്കൊന്നുമില്ലാത്തൊരു വലിയ ആത്മാഭിമാന ബോധം നിങ്ങൾക്കുണ്ടാകണം. കാരണം ഞാൻ ഈ മതം തിരഞ്ഞെടുത്തിലൂടെ എൻ്റെ ജീവിതം സുരക്ഷിതമായി, ആരോഗ്യം സുരക്ഷിതമായി, എൻ്റെ സ്ത്രീ സമൂഹം, സഹോദരിമാർ സുരക്ഷിതരായി, എൻ്റെ സമൂഹം സുരക്ഷിതമായി, കുട്ടികളും സുരക്ഷിതമായി, അങ്ങനെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു മതം തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യമാണ് എനിക്കുള്ളത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് അഭിമാനം ഉണ്ടാക്കണം. പിന്നെ ഇവർ പറയുന്ന ഊതിപ്പെരിപ്പിച്ചിരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ഇവർ നമ്മെ ഏതൊക്കെ വിഷയത്തിലാണോ ആരോപിക്കുന്നത് ആ ആരോപണം അവരിൽ തന്നെയാണ് പരിപൂർണമായും യോജിച്ചിരിക്കുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ അഭിമാനത്തോടെ ക്യാമ്പസിൽ കയറി ചെന്ന് ഞാൻ ഒരു മുസ്ലിം ജീവിതം നയിക്കുന്നു, ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്നു, ഇസ്ലാമിക സംസ്കാരത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് നല്ല ഗുണകാംക്ഷയോടുകൂടെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ, എന്തുകൊണ്ടിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാനും കൂടുതൽ പഠിക്കുവാനുമൊക്കെ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.